ഇവിടെയാ. നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇപ്പോൾ ജിമ്മിയെ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ജിമ്മിയുടെ പിതാവിനെ. അപ്പോൾ ഇന്ന് അത് റിമാൻഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് അവരുടെ മെഡിക്കൽ എടുക്കാനുള്ള കസ്റ്റഡിയിലേക്ക് വന്നു. അപ്പോൾ രണ്ടുപേരെ അറസ്റ്റ് രേഖപ്പെടുത്തി. മാതാവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നത് മാതാവ് കാരിത്താസിൽ പെട്ടെന്ന് അഡ്മിറ്റായി. കാരണം ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിലാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അഡ്മിറ്റായി. അല്ലെങ്കിൽ അവരെ ആയിരുന്നു ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അപ്പം തന്നെ പോലീസ് പറഞ്ഞത് നിങ്ങളെയും അറസ്റ്റ് ചെയ്യും, നിങ്ങളും അതിന് കുറ്റവാളി തന്നെയാണ് എന്ന് ഫോണിലുള്ള സംഭാഷണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രതിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകും. റിമാൻഡിൽ വെക്കും. 7 ദിവസം റിമാൻഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ജനകീയ പ്രതിരോധം അത് ഇത്ര പെട്ടെന്ന് ഫലം കാണുമെന്ന് നമുക്ക് അറിയാൻ വയ്യാതെ പോയി അല്ലേ? ഇല്ല, ഇത് ശരിക്കും പറയാം ജനകീയ പ്രതിരോധത്തിന്റെ വിജയമാണിത്. അതെ, കാരണം ഒരു നാട് മൊത്തം ഇളകുക. ഞങ്ങൾ പക്ഷേ അവിടെ മാത്രമല്ല, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജിമ്മിയുടെ നാട്ടിലുള്ള ആൾക്കാരാണ് ജിമ്മിക്കെതിരെ പ്രതിരോധം സൃഷ്ടിച്ചതെന്നുള്ളതാണ്. അതെ, അവിടെ നിന്ന് ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ പോയി ക്യാമറ വെച്ച് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. കാരണം ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടായിരിക്കും അവിടുത്തെ മുഴുവൻ ആൾക്കാരും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ നേരെ വിപരീതമാണ്. അയലോക്കത്തെ ആൾക്കാർ, അവർ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മെമ്പർ, ഇവരൊക്കെ തന്നെ കൃത്യമായിട്ട് അവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനകത്തൊരു ജനകീയ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി ഇത്രമാത്രം പീഡിപ്പിക്കപ്പെടുക, ഒരു അഡ്വക്കറ്റായിരിക്കുക, ആ അഭിഭാഷകയ്ക്ക് ഇത്രമാത്രം പീഡനം നേരിടേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഒരു സാധാരണ പെൺകുട്ടി നേരിടേണ്ടി വരുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ഇത്തരം കേസുകൾ വിജയിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യം അല്ലേ? തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പീഡനങ്ങൾ ഇനിയും നടക്കും. അത് പ്രതികൾ സംരക്ഷിക്കപ്പെടും. നമ്മൾ കണ്ടപ്പോഴല്ലേ ബീന ടീച്ചർ, ഇപ്പോൾ ജിമ്മിയുടെ അമ്മ ബീന ടീച്ചർ പഠിപ്പിച്ച ശിഷ്യഗണങ്ങൾ പോലും ആ കുടുംബത്തിനെതിരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നീറിക്കാട്ടിലെ ആൾക്കാർ ഇത്രയും എതിർപ്പായിരുന്നു എന്നുള്ളത്, ജിമ്മിക്കും ആ കുടുംബത്തിനും എതിരെ. പക്ഷെ അവരുടെ പ്രതിഷേധമാണ് ഇത്രയും ശക്തമാണ്. പക്ഷേ അവരോടുള്ള ഒരു എതിർപ്പും ഇല്ലായിരുന്നു. അവരുമായിട്ട് അങ്ങനെ വലിയ സഹവാസങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരോട് എതിർക്കേണ്ട യാതൊരു ആവശ്യവും അവർക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ ഈ ഒരു ജനകീയ പ്രശ്നത്തിൽ ആ മെമ്പറുടെ നേതൃത്വത്തിൽ ശാന്തിപ്രഭ നേതൃത്വത്തിൽ അവർ രാഷ്ട്രീയമില്ല കേട്ടോ. അതിനകത്ത് പ്രത്യേകം നമ്മൾ പറയേണ്ടതുണ്ട്. ഒരു മെമ്പർ അതിനകത്ത് മുന്നേ നിന്ന് എന്നുകൊണ്ട് അവർ ഒരിക്കലും ഒരു രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിച്ചിട്ടില്ല. ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരെ പോലും ബന്ധപ്പെടുത്തിയിട്ടില്ല. പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, പത്മകുമാരി ഒക്കെ മുൻ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു. അതുപോലെ ശശികുമാർ അവിടെ നിന്ന് വന്നിരുന്നു. അവിടുത്തെ ജിസ്മോടെ നാട്ടിൽ നിന്ന് അവിടുത്തെ പഞ്ചായത്ത്, അത് BJP-കാരനാണ്. അപ്പോൾ അങ്ങനെ അവർ രാഷ്ട്രീയമൊന്നുമില്ല. അല്ലാതെ ഈ ജനകീയ പ്രശ്നത്തിൽ അത് കൃത്യമായി ഏറ്റു. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾക്ക് എപ്പോഴും സങ്കടം തോന്നുന്നത് ഷൈനയുടെ വിഷയത്തിലാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു തീരുമാനമാകുന്നു. ഷൈനിയുടെ വിഷയത്തിൽ ഇതുപോലൊരു ജനകീയ പ്രതിരോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് എത്രയോ പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കുകയും അവന് ജാമ്യം കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ അത് ഈ ജനകീയ പ്രതിരോധത്തിൻ്റെ ആൾക്കാർക്ക് ഒരു അഭിനന്ദനം പറഞ്ഞ് നമുക്ക് നിർത്താം അല്ലേ? തീർച്ചയായിട്ടും. ജിസ്മോടെ ഈ വിഷയത്തിൽ ജിമ്മിയുടെ നാട്ടുകാർ പ്രകടിപ്പിച്ച ഈ പ്രതിഷേധ സമരത്തിൽ തീർച്ചയായിട്ടും അവരെ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. അവർക്ക് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കോരി ചൊരിയുന്ന മഴയത്ത് പോലും ഇങ്ങനൊരു പ്രതിഷേധമായിട്ട് അവർ രംഗത്ത് വന്നത്. അപ്പോൾ ഈ ജിസ്മോടെ വിഷയം വന്നപ്പോൾ സംഭവിച്ചെന്നതാ, ഷൈനിയുടെ ആ വിഷയം നേരെ ഒരു ആവിയായി പോകുന്ന പോലെ തോന്നി. അതെ, അപ്പോൾ അതിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു വാട്സാപ്പ് കൂട്ടായ്മയ്ക്കുള്ള കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ ഞങ്ങളുടെ ലിങ്ക് അതിനകത്ത് ഇടും. അപ്പോൾ അനുസരിച്ച് നിങ്ങൾക്ക് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം കൂടെ നമുക്ക് അവർക്ക് കൊടുക്കാം. ഇപ്പം നമ്മൾ കാണിക്കുന്നത് ജിമ്മിയെ സ്റ്റേഷനിൽ നിന്ന് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവന്ന രംഗമാണ്. അദ്ദേഹം മുഖം മറച്ചാണ് പോകുന്നത്. പക്ഷേ അച്ഛനെ സംബന്ധിച്ച് ആ ഒരു കൂസലുമില്ല. ഇദ്ദേഹം മുഖമൊക്കെ മറച്ച് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രമാത്രം ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ അമ്മ പറയുമ്പോഴും സഹോദരി പറയുമ്പോഴും ഒക്കെ കുനിച്ചു നിർത്തി ഇടിക്കാനും തലമുടി കുത്തിനി പിടിച്ച് ഭിത്തിക്ക് ഇടിക്കാനും ഒക്കെ നിന്ന് ഒരാൾ മുഖം കുത്തി തന്നെ പോകണം. കൃത്യമായും 10 വർഷം കഠിന തടവ് കിട്ടുന്ന കുറ്റമാണ്, വകുപ്പുകളാണ് അവർക്ക് നേരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു നല്ല നീക്കം. അതിന് നിങ്ങൾക്ക് നീർക്കാട്ടെ ജനകീയ പ്രതിരോധ സമിതിയും അവരുടെ അതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള ഞങ്ങളുടെ ഒരു ആശംസ അറിയിക്കുന്നു. അതുപോലെ
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.